ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്ക് ഡ്രാഗൺ ഫ്രൂട്ട് വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ടുള്ളൊരു ജ്യൂസ് തയ്യാറാക്കിയാലോ. അപ്പോൾ അതിനുവേണ്ടി ഞാനൊരു മിക്സി ജാർ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ഡ്രാഗൺ ഫ്രൂട്ട് ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കണം. ഞാനിവിടെ ഒരു ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ പകുതി മാത്രമേ എടുക്കുന്നുള്ളൂ. അപ്പോൾ ഇനി അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞിട്ട് കൊടുക്കാം. ഏകദേശം ഈ ഒരു വലുപ്പത്തിൽ നമുക്ക് അരിഞ്ഞിട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു ടേസ്റ്റിന് വേണ്ടി ഏലക്ക ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 2 ഏലക്ക അതിൻ്റെ തോല് കളഞ്ഞിട്ട് കുരു മാത്രം അതിലേക്ക് ചേർത്ത് കൊടുക്കാം. മധുരത്തിന് ആവശ്യമായ പഞ്ചസാര. ഇനി അതിലേക്ക് നമുക്ക് പാൽ ചേർത്ത് കൊടുക്കാം. തണുത്ത പാലോ തണുക്കാത്ത പാലോ ഏതും ആയാലും കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്ക് നല്ല സ്മൂത്തായിട്ട് ഇതൊന്ന് അഴിച്ചെടുക്കണം. അപ്പോൾ ഞാനിവിടെ അതെല്ലാം നല്ല സ്മൂത്തായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി അത് നമുക്കൊരു ഗ്ലാസ്സിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു ജ്യൂസാണ്. ഇപ്പോൾ മഴക്കാലമൊക്കെയാണ്, അതുകൊണ്ട് അധികം തണുപ്പൊന്നും വേണ്ട. തണുക്കാത്ത പാലൊക്കെ വെച്ചിട്ടാണെങ്കിലും തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഇപ്പം കുട്ടികളൊക്കെ മഴക്കാലമാണെങ്കിലും കുട്ടികളൊക്കെ ചോദിക്കുമല്ലോ, ജ്യൂസൊക്കെ ചോദിക്കുമ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ ഫ്രഷായിട്ട് നമുക്ക് തയ്യാറാക്കി കൊടുക്കാൻ പറ്റും. അപ്പോൾ അതിലേക്കൊരു സ്ട്രോയും ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ജ്യൂസൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവിടം വരെ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.